ഹായ് എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നോ? വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ്. ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ ഫ്രൈഡേയിലാണ് കേട്ടോ. അന്ന് എനിക്ക് മോർണിംഗ് ഡ്യൂട്ടി ആയിരുന്നേ. ഡ്യൂട്ടി കഴിഞ്ഞ് ഏകദേശം ഒരു 2:40 കേട്ടോ ഞാൻ വീട്ടിലെത്തിയത്. സത്യം പറഞ്ഞാൽ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. പക്ഷേ വീട്ടിൽ കയറാനായിട്ട് പറ്റിയില്ല. ഉണ്ണിക്കുട്ടനും ദേവക്കുട്ടനും റെഡിയായി താഴെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാനാ, എനിക്കാണെങ്കിൽ ഇച്ചിരി നേരത്തെ ഇറങ്ങാനും പറ്റിയില്ല. അതുകൊണ്ട് അവർ 2:40 ആയപ്പോഴത്തേന് റെഡിയായി താഴെ നിൽക്കുകയല്ലായിരുന്നോ. ഞാൻ വേഗം ഇറങ്ങണമെന്നൊക്കെ കരുതിയാണ് ഓവറൊക്കെ കൊടുത്ത് ഇറങ്ങി വന്നപ്പോഴത്തേന് അങ്ങനെ രണ്ടുപേരെയും കൂട്ടി നേരെ ദേവുവിന്റെ കരാട്ട ക്ലാസ്സിലേക്ക് പുറപ്പെട്ട് അവിടെ എത്തിയപ്പോൾ ആദ്യം വണ്ടി പാർക്ക് ചെയ്ത് പിന്നെ ദേവുവിനെയും ഉണ്ണിക്കുട്ടനെയും കൂട്ടി കരാട്ട ക്ലാസ്സിലേക്ക് നടക്കുന്ന സ്ഥലത്തേക്ക് നടന്നു. ആക്ച്വലി നേരത്തെയൊക്കെ ദേവക്കുട്ടനെ ഇവിടുന്ന് ഇറക്കി വിട്ടു കഴിഞ്ഞാൽ കൂട്ടുകാരോടെ അങ്ങ് കയറി പൊക്കോളായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം എന്തോ കുറേ നാളുകൂടിയാണ് ക്ലാസ്സിലോട്ട് പോകുന്നത്. ഞങ്ങൾ ലാസ്റ്റ് ദേവക്കുട്ടൻ ക്ലാസ്സിന് പോയത് ഏപ്രിലാണ്. ഏപ്രിലിന് ശേഷം നമ്മൾ നാട്ടിൽ ലീവിന് പോയേക്കുമല്ലായിരുന്നോ. ഏപ്രിൽ പോയില്ല, മെയ് പോയില്ല, ജൂൺ ജൂലൈ ക്ലാസ് ഇല്ലായിരുന്നു എന്ന് തോന്നും. അങ്ങനെ പിന്നെ ആഗസ്റ്റിൽ അങ്ങനെ സ്റ്റാർട്ടപ്പാണ് ആളുടെ. ആദ്യത്തെ വീക്ക് കൂടിയായിരുന്നു. എനിക്ക് ആഗസ്റ്റിൽ ഫസ്റ്റ് വീക്കിൽ വിടാൻ പറ്റിയില്ല, ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടിയില്ല, അപ്പോൾ കൊണ്ടാക്കാൻ പറ്റിയില്ല. ഇടയ്ക്ക് വണ്ടിക്ക് ചെറിയ പ്രശ്നം വന്നായിരുന്നു. അങ്ങനെ അതുകൊണ്ട് ഇന്നാണ് ദേവക്കുട്ടൻ കരാട്ടയ്ക്ക് പോകുന്നത്. അപ്പം ഞാൻ ഓർത്തൊന്ന് കൊണ്ടാക്കിയേക്കാന്ന്. പോകുന്ന വഴിയുള്ള ചെറിയ ചെറിയ സ്ലോപ്പൊക്കെ കാണുമ്പോൾ അങ്ങോട്ടൊക്കെ ഒരു എത്തിനോട്ടം പതിവാണേ. അപ്പം തന്നെ വിട്ട് കഴിയുമ്പോൾ നമുക്കൊരു പേടിയാ, അവിടോട്ടൊക്കെ നോക്കി നിൽക്കുമോ. അതുകൊണ്ട് ഞാനും ഉണ്ണി നേരെ ദേവക്കുട്ടൻ്റെ കരാട്ട ക്ലാസ്സിലോട്ട് കൂടെ പോയി. അങ്ങനെ ഞങ്ങൾ ദേവിൻ്റെ കരാട്ട ക്ലാസ്സിലെത്തി കേട്ടോ. ദേവിന് ക്ലാസ് തുടങ്ങാനുള്ള സമയമായിരുന്നു. പിന്നെ അങ്ങനെ ദേവക്കുട്ടനെ ഞങ്ങൾ അവിടെ വിട്ടിട്ട് ഞാനും ഉണ്ണിക്കുട്ടനും കൂടെ ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച്. അപ്പം നോക്കിയപ്പം ദേവുവിൻ്റെ ക്ലാസ് തുടങ്ങുന്നത് 3 to 3 സാർ ആക്ച്വലി അന്നേരം വന്നിട്ടില്ലായിരുന്നു. സാർ വരുന്നിടം വരെ വെയിറ്റ് ചെയ്തിട്ട് ഞാനും ഉണ്ണിക്കുട്ടനും അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ 3 to 4:45 വരെയാണ് ദേവുവിന് ക്ലാസ്. അപ്പം നമുക്ക് അത്രയും സമയമുണ്ട്. അപ്പം ഞങ്ങൾ ഓർത്തു വീട്ടിലോട്ട് കുറച്ച് സാധനങ്ങളും കൂടി മേടിക്കാനുണ്ട്. അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ വാങ്ങാമെന്ന് തീരുമാനിച്ച്. സത്യം പറഞ്ഞാൽ മുമ്പത്തെ പോലെ ഇപ്പോൾ ഇടയ്ക്കിടെ ഷോപ്പിങ്ങിന് പോകാറില്ല കേട്ടോ. കയ്യിലുള്ളതേ ശ്രദ്ധിച്ച് ചെലവാക്കാനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ഉണ്ണിയേ. അത്യാവശ്യം വേണ്ട സാധനങ്ങൾ തീർന്നാൽ മാത്രമേ ഇപ്പം ഞാൻ ഷോപ്പിൽ പോകാറുള്ളൂ കേട്ടോ. അന്ന് വാങ്ങേണ്ടിയിരുന്നതിൽ വീട്ടിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം ദേവുവിനും ഉണ്ണിക്കുട്ടനും ഒരു ബർത്ത്ഡേക്ക് അതായത് ബർത്ത്ഡേ പാർട്ടിക്ക് പോകാനും ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അവിടെ കൊടുക്കാനുള്ള ഒരു ഗിഫ്റ്റും കൂടി വാങ്ങണമായിരുന്നു. അങ്ങനെ ദേവുവിനെ കരാട്ട ക്ലാസ് വിട്ടിട്ട് ഞാനും ഉണ്ണിക്കുട്ടനും ചെറിയൊരു ഷോപ്പിങ്ങിലേക്ക് പോയി. പണ്ടൊക്കെ ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഇവർ വരുമെന്ന് പറയുമ്പം എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ദൈവമേ, ഇവരിതെല്ലാം കൂടി വാരി എടുക്കുമോ എന്നുള്ളത്. പക്ഷേ ഓൾറെഡി നമ്മുടെ റൂൾ അവർക്കറിയാം. ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഓരോ സാധനം എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇപ്പം ഞങ്ങൾ തമ്മിൽ ആ ഒരു ഫൈറ്റ് വരാറില്ല. കാരണം അവർക്കറിയാം ഏതെങ്കിലും ഒന്ന്. അപ്പം അതുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ അവർ ചൂസ് ചെയ്ത് ഏതെങ്കിലും ഒന്നേ എടുക്കുള്ളൂ. പിന്നെ ചില സമയത്ത് എന്തെങ്കിലുമൊക്കെ എടുക്കുമ്പോഴത്തേന് എനിക്ക് വിഷമം തോന്നിട്ട് ഞാൻ പറയും കേട്ടോ, വാങ്ങിച്ചോളാം. നമ്മൾ അവരാഗ്രഹിക്കുന്നതൊക്കെ മേടിച്ചു കൊടുക്കാൻ വേണ്ടിയാണല്ലോ നമ്മൾ ഈ കഷ്ടപ്പെടുന്നത്. അങ്ങനെ ഞാനും ഉണ്ണിക്കുട്ടനും കൂടെ സാധനങ്ങളൊക്കെ പെറുക്കി. ഉണ്ണിക്കുട്ടൻ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഹെൽപ്പറാണ് കേട്ടോ. വെജിറ്റബിളൊക്കെ എടുത്തു കഴിയുമ്പോഴത്തേന് വെജിറ്റബിൾ അങ്ങനെ ഞാൻ കൂടുതലും ഷോപ്പിൽ പോയി വാങ്ങിക്കാറില്ല. ഞാൻ കൂടുതലും വാങ്ങിക്കുന്നത് മാർക്കറ്റിൽ നിന്നാണ്. അവിടെ നിന്നാണ് മീനും വെജിറ്റബിൾസും വാങ്ങിക്കാറ്. നമുക്കത് പറ്റത്തുള്ളൂ എൻ്റെ കുട്ടി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന പോലെ സത്യം പറഞ്ഞാൽ അങ്ങനെ നടക്കും. അങ്ങനെ ഞങ്ങൾ ബർത്ത്ഡേ ഗിഫ്റ്റ് സെലക്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഉണ്ണിക്കുട്ടന് ലെഗോ ബിൽഡിംഗ് ബ്ലോക്സ് വേണമെന്ന് പറഞ്ഞു. അവിടെ തപ്പി ഒരു ലെഗോ ബിൽഡിംഗ് ബ്ലോക്സ് ഒക്കെ എടുത്തു. അതെ, ഉണ്ണിയോട് ഞാൻ ചോദിച്ചു, എൻ്റെ പൊന്നുമോനെ നമ്മുടെ വീട്ടിൽ ഇഷ്ടംപോലെ ബിൽഡിംഗ് ബ്ലോക്സ് ഇരിപ്പില്ലേ, ഇനിയിപ്പോൾ ഇത് വാങ്ങിക്കണോ? അപ്പോൾ ഉണ്ണി പറഞ്ഞു, അമ്മ ഇത് ചേച്ചിയുടെ കയ്യിൽ ഇരിക്കുന്ന പോലത്തെയാണ്. ഞാൻ പിന്നെ ഓർത്തു, എനിക്ക് ചോദിച്ചു കഴിയുമ്പം വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ പറ്റുന്നതാണെങ്കിൽ എന്തോ ഒരു മനസ്സിന് വിഷമമാണ്. അത് എനിക്കറിയില്ല, എനിക്കങ്ങനെ കയ്യിൽ കാശുണ്ടായിട്ടല്ല, പിന്നെ നമ്മുടെ ക്രെഡിറ്റ് കാർഡാണല്ലോ, ബാങ്കുകാർ നമുക്ക് സമയം തരുമല്ലോ എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ അത് വാങ്ങിച്ചു കേട്ടോ. അവൻ്റെ സന്തോഷമാണല്ലോ നമ്മുടെ ഇമ്പോർട്ടൻസ്. അതായത് ചിലപ്പോൾ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന സാധനത്തിൻ്റെ വിലയോ വലിപ്പമോ ഒന്നുമല്ല പ്രധാനപ്പെട്ടത്. അവർക്ക് ആ ഇഷ്ടപ്പെട്ട ഒരു ചെറിയ സാധനം കിട്ടുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന ഒരു സന്തോഷം, അതായത് ബാല, അത് കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം, അതൊക്കെ തന്നെ. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് നേരെ തിരിച്ചു. കാരണം എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 4 o'clock ഒക്കെ കഴിഞ്ഞു. പിന്നെ വെയിറ്റ് ചെയ്ത് ദേവുവിനെ കൂട്ടിക്കൊണ്ട് പോയാലോ എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ സാധനങ്ങളൊക്കെ എടുത്ത് വണ്ടിയെ വെച്ചിട്ട് വീട്ടിലോട്ടുള്ള യാത്രയായി. ഇത് ശരിക്കും എനിക്ക് വിശന്നിട്ട് ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അവിടെ വെയിറ്റ് ചെയ്തിട്ട് ദേവുവിനെ കൂട്ടിക്കൊണ്ട് വരുന്നതായിരുന്നു നല്ലത്.
അങ്ങനെ ആദ്യം ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഉണ്ണിക്കുട്ടൻ്റെ ശ്രദ്ധ മുഴുവൻ ആ ലഗോയിലായിരുന്നു കേട്ടോ. അവൻ ആ ലഗോയും തുറന്നു വെച്ച് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്ത് വേഗം ഫുഡും കഴിച്ച് തിരിച്ചു പോയി ദേവുവിനെ കൂട്ടാമല്ലോ എന്ന്. ഉണ്ണിക്കുട്ടൻ വരുന്നില്ലെങ്കിൽ വരണ്ട, അവിടെ ഇരുന്ന് കളിച്ചോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ ആൾക്ക് എൻ്റെ കൂടെ വരികയും വേണം, ആ ലഗോ കളിക്കുകയും ചെയ്യണമായിരുന്നു. പുതിയൊരു ടോയ് കിട്ടിയതിൽ പിന്നെ കുട്ടികളുടെ ലോകം അതിനകത്തായിരിക്കുമല്ലോ. അവനത് അത്രയും സന്തോഷമായിരുന്നു കേട്ടോ. ഞാൻ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ദേവുക്കുട്ടൻ്റെ ക്ലാസ് തീരാനുള്ള സമയമായി. അപ്പോൾ പിന്നെ ഞാനും ഉണ്ണിക്കുട്ടനും കൂടി പറഞ്ഞു ഞാൻ പോയി ദേവുവിനെ കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ ഉണ്ണിക്കുട്ടൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, ഞാൻ ലഗോ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. ഓക്കെ, അവൻ്റെ കളി മുടക്കാൻ അവന് തീരെ താല്പര്യമില്ല. ഞാൻ പറഞ്ഞു ശരി, എന്നാൽ ഞാൻ പോയി വരാം. അങ്ങനെ ഞാൻ പോകാൻ തുടങ്ങിയപ്പോൾ കുറച്ച് കഴിഞ്ഞ് അവൻ എൻ്റെ കൂടെ തന്നെ വരാമെന്ന് പറഞ്ഞു. അവൻ കളിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് എൻ്റെ കൂടെ വന്ന് അങ്ങനെ ഞാനും ഉണ്ണിക്കുട്ടനും കൂടി വീണ്ടും ദേവിൻ്റെ കരാട്ടെ ക്ലാസ്സിലേക്ക് പോയി. ദേവിൻ്റെ ക്ലാസ് കഴിഞ്ഞിരുന്നു. അങ്ങനെ ദേവുവിനെയും കൂട്ടി ഞങ്ങൾ 3 പേരും കൂടി വീട്ടിലേക്ക് തിരിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഒരു ട്വിസ്റ്റ് ഉണ്ട്. എന്താണെന്നല്ലേ, സാധനങ്ങൾ മേടിച്ച കൂട്ടത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനം മറന്നുപോയി. അത് പിന്നെ അങ്ങനെയാണല്ലോ ബാല, നമുക്ക് മറവിയുടെ ചെറിയ പ്രശ്നമുണ്ട്. ചെറിയതല്ല, നല്ല തോതിൽ പ്രശ്നമുണ്ട്. എനിക്ക് മറവിയാന്ന് ആരോട് പറഞ്ഞാലും അവരെല്ലാം പറയും ഞങ്ങൾക്ക് മറവിയാന്ന്. അപ്പം പിന്നെ ഇതൊരു ഇൻ്റർനാഷണൽ പ്രശ്നം ആയതുകൊണ്ട് പിന്നെ അത് പ്രോബ്ലം ഇല്ലല്ലോ. ഞാൻ പിന്നെ തിരിച്ചു ചെന്ന് നെയ്യും സബോളയും മേടിക്കണമായിരുന്നു. സബോള ഇല്ലാതെ വണ്ടി ഓടത്തില്ലല്ലോ. അപ്പം അത് രണ്ടും തിരിച്ച് കൂട്ടാൻ ചെന്നപ്പോഴത്തേന് അത് രണ്ടും കൂടെ ഞങ്ങൾ വാങ്ങിച്ച് ഞങ്ങൾ അങ്ങനെ നേരെ തിരിച്ച് വീട്ടിലെത്തി. ഡ്യൂട്ടിയുള്ള ദിവസങ്ങളിൽ ഞാൻ മോർണിംഗ് ഡ്യൂട്ടിയെ പ്രിഫർ ചെയ്യാറുള്ളൂ കേട്ടോ, ഫ്രൈഡേയും സാറ്റർഡേയും. കാരണം മോർണിംഗ് എടുത്താലേ ഉള്ളൂ ദേവനെ കരാട്ടെ ക്ലാസ്സിൽ കൊണ്ടുവിടാൻ പറ്റുള്ളൂ. അങ്ങനെ ഇതായിരുന്നു എൻ്റെ ഒരു സാധാരണ ഫ്രൈഡേ. ഈ ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കൂ. ഇനിയും ഇത്തരത്തിലുള്ള എൻ്റെ എവരിഡേ ലൈഫ് ബ്ലോഗുകൾ കാണാൻ നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.